لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദവാക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, ദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തണുത്ത ഒരു അന്തരീക്ഷം, അതുകൊണ്ട് വലിയ ചൂട് ഇല്ല എന്ന് വലിയൊരു സമാധാനമാണ്. എല്ലാ വർഷവും നമ്മുടെ ഈ പള്ളിയുടെ മുറ്റത്ത് അന്തിയുറങ്ങുന്ന അല്ലാഹുവിൻ്റെ വലിയ ഒരു അടിമ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു മഹാപുരുഷന്റെ സവിധത്തിൽ അവരുടെ ഉറൂസിന്റെ ഭാഗമായി എല്ലാ വർഷവും നാം ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അവരുടെ ബറക്കത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി ധാരാളം ഖൈറാത്തുകൾ ഇവിടെ ചെയ്യുകയും നാം പതിവാക്കി വരുന്നതാണ്. റമദാനിന് മുമ്പാണ് സാധാരണ നാം ഉറൂസ് സംഘടിപ്പിക്കാറുള്ളത്. ഇപ്രാവശ്യം ചില അസൗകര്യങ്ങൾ കാരണം റമദാനിനു ശേഷത്തേക്ക് അത് വെക്കുകയും ജൂൺ മാസമാകുമ്പോൾ മഴ വരുമല്ലോ എന്ന് കരുതി ജൂണിന് മുമ്പ് തന്നെ വെച്ചതാണ്. വഫൗഖ തഖ്ദീരിന ലില്ലാഹി തഖ്ദീറു, നമ്മുടെ പ്ലാൻ തീരുമാനങ്ങൾക്കും അപ്പുറമാണ് പടച്ച റബ്ബിന്റെ തീരുമാനം. റോഡ് വരെ ഒലിച്ചു പോകുന്ന മഴയാണ് മെയ് മാസത്തിൽ നാം കണ്ടത്. അതിൻ്റെ ബാക്കിലെല്ലാം ധാരാളം ഖൈറുകൾ ഉണ്ടാകും, നമുക്കറിയില്ല. അള്ളാഹു എല്ലാം കബൂലാക്കി തരട്ടെ. മഴ പെയ്താലും വെയിലത്തായാലും ഒരുമിച്ച് കൂടുന്നത് ഒരു മഹാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. നമ്മുടെ നിയ്യാത്തുകൾക്കനുസരിച്ച് അള്ളാഹു പ്രതിഫലങ്ങൾ നൽകും. ഇന്ന് മഗ്രിബിന് ശേഷം എൻ്റെ അടുക്കൽ 3-4 വർഷം പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് പഠിച്ച് ഒരു ദിവസം കൊണ്ട് ഖുർആൻ 30 ജുസും കാണാതെ ഓതി കേൾപ്പിച്ച് പിന്നെ കിതാബ് ഓതി പഠിച്ച് അതിനുശേഷം എൻ്റെ ഉസ്താദിൻ്റെ അടുത്തും പോയി കിതാബ് ഓതി സഖാഫിയായ ഒരു പണ്ഡിതൻ, അവരുടെ നിക്കാഹാണ് ഇന്ന് മഗ്രിബിന് ശേഷം. എന്നോട് നിക്കാഹ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉള്ളരിക്കട്ടെ, ഉറൂസ് തീരുമാനിച്ചിട്ട് 1 മാസം ആയിട്ടുണ്ട്. മഗ്രിബിന് ശേഷമായതുകൊണ്ട് ഒരു കാരണവശാലും എത്തപ്പെടാൻ കഴിയില്ല. സാധാരണ ഉസ്താദുമാർക്കറിയും ശിഷ്യന്മാരുടെ നിക്കാഹിന് പോകാറുണ്ട്. പ്രത്യേകിച്ച് നല്ല പൊരുത്തമുള്ള മക്കളാകുമ്പോൾ എന്തായാലും കൂടും. നമ്മുടെ ബദരിയയിലെ പള്ളിയിലൊക്കെ ആ കുട്ടി 2 പ്രാവശ്യം തറാവീഹിന് ഖത്മിന്, ഈ കഴിഞ്ഞ റമദാനിലും ആ കുട്ടിയായിരുന്നു അവിടെ ഇമാം. സഖാഫിയാണ്, ഹാഫിളാണ്, നല്ല മോനാണ്. അല്ലാഹു ബറക്കത്തുള്ള ജീവിതം കൊടുക്കട്ടെ. അവിടെ നിക്കാഹ്, മഗ്രിബിന് ശേഷം നിക്കാഹ് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിയാൽ ഇങ്ങോട്ട് എത്തുമ്പോൾ ലൈറ്റ് ആകുമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ നേരത്തെ മഗ്രിബിന് വന്നത്. പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് പള്ളിയിൽ ഇത്തിക്കാഫിൻ്റെ നിയത്തും വെച്ച് ഞാനും തങ്ങളും അവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പം മഴ കുറഞ്ഞ് ഉസ്താദുമാരൊക്കെ എത്തി. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു വലിയ സന്തോഷം എല്ലാവർക്കും നൽകട്ടെ. ധാരാളം മുതഅല്ലിമുകൾ വന്നിരുന്ന് ഇവിടെ ബുർദ പാടി, കുറേ ആളുകൾ ബുർദ കേട്ടു, മദ്ഹുർ റസൂല് കേട്ടു. ധാരാളം ആളുകൾ അവിടെ ഭക്ഷണ വിതരണത്തിൻ്റെ മേഖലയിൽ. ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അവിടെ അന്തിയുറങ്ങുന്ന ഒരു വലിയ മഹാപുരുഷൻ, അവരുടെ പൊരുത്തം വേണം.
ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് കമ്മീഷനൊന്നും ആർക്കും ലഭിക്കാനില്ല. എല്ലാ വർഷവും ഞാൻ ഉറൂസിന്റെ സദസ്സിൽ പറയാറുണ്ട്, നമ്മുടെ നീയത്താണ് ഇവിടെയെല്ലാം പ്രധാനം. നീയത്ത് നന്നാക്കിയാൽ അതിൻ്റെ ഫലം ഇന്നും നാളെയും അള്ളാഹു നമുക്ക് നൽകും. നീയത്ത് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ നാം പല സമയങ്ങളിലും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. നല്ല വിശ്വാസം അത് അള്ളാഹു നൽകുന്ന ഒരു മഹാഭാഗ്യമാണ്. വിശ്വാസം ക്ലിയർ ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈമാൻ പോക്കറ്റടിക്കാൻ ധാരാളം സാഹചര്യങ്ങൾ പല രൂപത്തിലും. പഴയ കാലത്തെല്ലാം ഈമാനും കുഫറും ഒന്നങ്ങനെ ആ ഭാഗത്തിലായുണ്ട്, അല്ലെങ്കിൽ ഈമാനും ബിദ്അത്തും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും ആ ഒരു ഐറ്റംസ് തള്ളലാണ്. ഇന്ന് സുന്നികളുടെ പേരിൽ തന്നെ ധാരാളം കള്ളനാണയങ്ങൾ ഈമാൻ പോക്കറ്റടിക്കാൻ വരികയും പലരുടെയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്തു പോകുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിനെല്ലാം ഈമാനിന്റെ കാവലിന് നമുക്ക് ഏറ്റവും വലിയ തുണ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, നമ്മുടെ മഹാന്മാരായ മശായിഖുമാരാണ്, നമ്മുടെ ഉസ്താദുമാരാണ്. അവരുടെ മാതൃകകൾ ആണ്, അവരെ പിൻപറ്റലാണ് ഈമാൻ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗം. വേറെ വഴി തേടിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ ഓതി വെച്ചായത്ത് പറയുന്നു, നല്ല ഈമാനുള്ള ആളുകൾ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ, ഒന്നും രണ്ടുമല്ല എത്രയോ സൽക്കർമ്മങ്ങൾ, ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മങ്ങൾ മാത്രം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുന്ന കുറെ മഹാന്മാർ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, റഹ്മാനായ പടച്ച റബ്ബ് അവർക്ക് വലിയ സ്നേഹം ജനങ്ങൾക്കിടയിൽ നൽകും. അതാണ് ഔലിയാക്കളോടുള്ള സ്നേഹം. അവിടെ കിടക്കുന്ന മഹാൻ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മുടെ ബാപ്പയോ ഉപ്പാപ്പമാരോ കണ്ടിട്ടില്ല. പക്ഷേ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു, ഒരു വലിയനെ വലിയ മാത്രമാണ് അറിയുക. ആരാണ് വലിയ? അത് പറയാൻ അർഹത ഔലിയാക്കൾക്കാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി, ആർക്കും സംശയമില്ല അവർ മഹാനായ ഒരു വലിയാണ്. അവര് വന്നിട്ട് ഇവിടെ കിടക്കുന്നത് വലിയാണെന്ന് പറഞ്ഞാൽ അതിനപ്പുറം സനത് തേടേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. ആ മഹാൻ വലിയാണെന്ന് വിശ്വസിക്കാൻ നമുക്കത് തന്നെ ധാരാളം. ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ വരുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ള വിശ്വാസം. കാരണം സുന്നികൾ വിശ്വസിക്കുന്നവരാണ്, ഔലിയാക്കളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ലോകത്തും പരലോകത്തും മഹാന്മാർ നമുക്ക് വേണ്ടതെല്ലാം സഹായിക്കാൻ കൽപ്പുള്ളവരാണ്. അത് നൽകാൻ അല്ലാഹു അവർക്ക് കഴിവ് നൽകുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ട് അവരുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നവരാണ്, അവരുടെ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി സിയാറത്ത് ചെയ്യുന്നവരാണ്, അതിനുവേണ്ടി ദുആ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ വന്നിരിക്കുമ്പോ അതിനു വേണ്ട കുറെ ആദാബുകൾ, ആ ബറക്കത്തും ആ പൊരുത്തവും അവരുടെ സഹായവും ശഫാഅത്തുമെല്ലാം ലഭിക്കാൻ നല്ല ആദാബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എപ്പോഴും എല്ലാ വിഷയങ്ങളിലും ആദാബ് ഒരു വിശ്വാസിക്ക് അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നത് കാണാം, ദിക്ർ ചൊല്ലുന്നത് ഒരു ദിക്റായി അല്ലാഹു തആല സ്വീകരിക്കാൻ 1000 ആദാബുകളുണ്ട്. ഒന്നും രണ്ടും അതവല്ല, 1000 അദബ് വേണം ഒരു ദിക്റായി അല്ലാഹു കൂട്ടാൻ. ദിക്റായിട്ട് അല്ലാഹു കൂട്ടാൻ, അല്ലാഹു ദിക്റായി നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ 1000 അദബുകൾ. അതെല്ലാം കൂടി പറഞ്ഞിട്ട് ഒരു 20 അദബ് പറഞ്ഞിട്ട് ആ 20 അദബുകൾ ഈ 1000 ആദാബുകളുടെ ഒരു ഒന്നായിട്ട് കൂട്ടി പറയാവുന്നതാണെന്ന് പറഞ്ഞ് 20 അദബ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി വിശദീകരിക്കുന്നത് കാണാം. ഞാനത് വിശദീകരിക്കുകയല്ല, അത്രയും ആദാബുകൾ ഓരോ വിഷയങ്ങളിലും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് അറിയുന്ന അദബുകൾ തന്നെ നമ്മൾ പലപ്പോഴും ലംഘിക്കുന്നവരാണ്.
അറിയുന്ന അദബുകൾ പോലും ഒരു മഹാന്റെ ഹദറത്തിൽ വരുമ്പോ നമ്മൾ പെരുമാറേണ്ട കുറെ മര്യാദകളുണ്ട്. ഒരു ഹയാത്ത് കാലത്ത് ഒരു മഹാനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുക അവരുടെ ഹദറത്തിൽ, ആ ഒരു അദബ് വഫാത്തിനു ശേഷവും ഉണ്ടാകണം. അവനാണ് വിശ്വാസി. നമ്മുടെ കൺമുമ്പിൽ ചിലപ്പോൾ അവരുടെ കുബ്ബയും അല്ലെങ്കിൽ അവരുടെ ആ മേലിലുള്ള ഖബർ പൊന്തിച്ചതുമെല്ലാം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ അതിനുള്ളിൽ ഉറങ്ങുന്നവർ എല്ലാം നോക്കിക്കാണുന്നവരാണ്. പരിശുദ്ധമായ ഖുർആൻ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. വിശ്വാസികൾ, നല്ല ഈമാന ഉള്ള നല്ല നല്ല ഔലിയാക്കൾ നിങ്ങളുടെ കർമ്മങ്ങളെയെല്ലാം കാണുന്നുണ്ടോ? ഈ മുള്ളരിക്കട്ടയിലെ മഞ്ചയിലെ മഖാം ഉറൂസിന് വരുന്ന ഓരോ മുഅ്മിനാത്തുകൾ ആരെല്ലാം വരുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നീയത്തുകളാണുള്ളത് കാണാൻ കഴിവുള്ളവരാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്തുകൾ അതല്ലേ ബഹുമാനപ്പെട്ട ഒമ്പറത്തെ തങ്ങളെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു പള്ളിയിലെ ഇമാമിന്റെ പിന്നാലെ പോയി തുടർന്നപ്പോ മാറ്റി ളുഹ്റിസ്കരിച്ചു. ജുമുഅക്ക് പോയതാണ്. ഇമാമിന്റെ മനസ്സിൽ പശുവിനെ കെട്ടുന്ന ചിന്ത വന്നപ്പോ ഒമ്പറത്തെ തങ്ങൾ പോയി മാറി നിസ്കരിച്ചു. എത്രയോ ബാക്കിലാണുള്ളതോ, എന്നിട്ടും ആ ഇമാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചത് കാണാൻ അമ്പുറന്തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഔലിയാക്കളെ കഴിവുകൾ അത് മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്നില്ല. വഫാത്തിനു ശേഷവും കാണാൻ കഴിവുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് ഇവിടെ എന്നല്ല, എവിടെയായാലും ഒരു മഹാന്റെ ഹദറത്തിൽ നമ്മൾ പോകുമ്പോ അവരോടുള്ള അദബിന് ഒരിക്കലും നമ്മിൽ നിന്ന് കുറവ് വന്നു പോകാൻ പാടില്ല. കാരണം അതെല്ലാം പൊരുത്തം വാങ്ങാൻ പോയിട്ട് അവസാനം പൊരുത്തക്കേട് വാങ്ങി വരുന്ന ഒരവസ്ഥ നമുക്കാർക്കും വന്നുകൂടാ. വിശ്വാസികൾ നല്ല അദബുള്ളവരാകണം. അല്ലാഹു നല്ല അദബുള്ളവരാക്കി നമ്മളെ വളർത്തിത്തരട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ശിഷ്യന്മാർക്കും അല്ലാഹു നല്ല അദബുകൾ നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ ഉറൂസ് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ദൈനി ഉസ്താദ് ഇവിടെയുണ്ട്, നല്ല പ്രഭാഷണം നടത്തി തരാൻ. നൗഫൽ സഖാഫി കളസ ഇപ്പോ ഇവിടെ എത്തും. അവരും നല്ല വാഴ് പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നല്ല ഉപദേശം നൽകി. അതെല്ലാം നമുക്ക് നാഫിആകണം. ഈ ഉറൂസ് സാധാരണ 2-3 ദിവസം നമ്മൾ നടത്താറുണ്ട്. ഈ വർഷം ഇന്നലെ തുടങ്ങി ഇന്ന് അവസാനിപ്പിക്കുന്നത് ഒരു ദിവസത്തേക്കാണെങ്കിലും ആ മഹാന്റെ പൊരുത്തം ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ, പ്രത്യേകിച്ച് ഔസിയ യൂസുഫ് ഹാജി, അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, വലിയ ബറക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ. കാരണം ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ് പറഞ്ഞതുപോലെ അവരെ വീട്ടിലെ പരിപാടിക്ക് ആ മൗലിദിന് അവർ അധ്വാനിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള വിഷയങ്ങൾക്കും അവരുടെ എല്ലാം വലിയ അധ്വാനം. അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ പരിസരത്തും ഇതിന്റെ പരിസര മഹല്ലുകളിലും പ്രദേശങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾക്കെല്ലാം വരുമ്പോ എത്രയോ മുഅ്മിനീങ്ങൾ അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുന്ന നമ്മുടെ സ്റ്റേജിലുള്ള, എനിക്ക് പലരുടെയും പേരറിയില്ല. പിന്നെ കന്നഡയിലാണ് നോട്ടീസ് ഉള്ളത്, കന്നഡ വായിക്കാനും അറിയൂല. കന്നഡ നോട്ടീസ് ഉള്ളതുകൊണ്ട് നോട്ടീസ് ഇവിടെ വെച്ചെന്നല്ലാതെ നമുക്ക് കന്നഡ കൊത്തില്ല എന്ന് മാത്രമേ അറിയുള്ളൂ. കന്നഡ കൊത്തില്ല എന്നറിയൂ, കന്നഡ അറിയില്ല എന്ന് പറയണില്ല. അപ്പൊ കന്നഡ കൊത്തില്ല എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം കർണാടകയിൽ വന്നിട്ട് 10 കൊല്ലമായിട്ടുണ്ട്, പക്ഷെ കന്നഡ പഠിച്ചിട്ടില്ല ഞാൻ. എന്നാലും ഇവിടെയുള്ള കുറെ മുഅ്മിനീങ്ങൾ പേരറിയാത്തവരാണെങ്കിലും ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. കേവലം ഒരു മാസത്തിനുള്ളിൽ നടന്ന ഒരു പ്രചരണവും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും, എന്നാൽ അതിനുവേണ്ടി ഉള്ളതെല്ലാം കഴിയുന്നത് പോലെ സംഭാവനകൾ കൊടുത്ത് നമ്മളെ ഹാഷിമി ഉസ്താദ് ഗ്രൂപ്പിൽ അതിനുവേണ്ടി കളക്ഷൻ ചെയ്യുമ്പോൾ ചെറുതും വലുതുമായ സംഭാവനകൾ കൊടുത്ത എത്രയോ മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹുവേ നീ ഖബൂൽ കൊടുക്കണം അല്ലാഹ്, നീ ഖബൂൽ കൊടുക്കണം അല്ലാഹ്. ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾ ആരെ കണ്ടിട്ടും ആ വിശ്വാസികളൊന്നും ഏറ്റിട്ടില്ല. 500, 1000, 2000, 3000, 5ഉം 10ഉം ആയിരങ്ങളൊക്കെ കൊടുത്ത എത്രയോ വിശ്വാസികളുണ്ട്. ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, ഭക്ഷണം കൊടുത്തവരുണ്ട്, അതിനുവേണ്ടി ഇറച്ചിയും അരിയും കൊടുത്തവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ പകരം നൽകണം അല്ലാഹ്.
നീ പകരം നൽകണം അല്ലാഹ്. ആരെയും ഖായിബാക്കല്ല അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട ഒരു മഹാന്റെ അനുസ്മരണ പരിപാടിയാണ്, ഉറൂസിന്റെ മജ്‌ലിസാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നീ അവർക്ക് കൊടുത്ത സമ്പത്തിന്റെ കുറച്ചു ഭാഗം ദീനിന് വേണ്ടി കൊടുക്കുമ്പോൾ അവരുടെ ബാക്കി സമ്പാദ്യങ്ങളിൽ അതുകാരണം നീ വലിയ ബറക്കത്ത് കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണം അല്ലാഹ്. ഇവിടെ വരുന്ന ഉമ്മമാര്, ഉപ്പമാര്, മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ ആരെല്ലാം ഈ മഹാന്റെ പൊരുത്തം ആഗ്രഹിച്ച് വന്നിട്ടുണ്ടോ ആരെയും ഖായിബാക്കല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ വന്നപ്പോ വല്ല അദബുകേടും വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളെ ജഹാലത്ത് കൊണ്ടാണ്, നീ പുറത്തു തരണം അല്ലാഹ്. സൂഉൽ അദബ് വന്നുപോയിട്ടുണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് ഈ മജ്‌ലിസിന്റെ ഖൈർ ഞങ്ങൾക്ക് തടയല്ല അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണമല്ലോ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണമല്ലോ. ഏത് മുറാദ് ഹാസിലാകണമെന്ന് കരുതി വന്നിട്ടുണ്ടോ ഖൈറായതെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. വലിയ രോഗങ്ങളുള്ളവർ സദസ്സിൽ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ, ശിഫാ നൽകണം അല്ലാ. ഞങ്ങളെ ഈ നാട് റബ്ബേ, ഇതിന്റെ അഹ്ലുകാർക്ക് നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാ. ഈ പള്ളിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്, ഗേറ്റ് ഫാമിലി അടക്കം പല ഫാമിലിയും ഈ പരിസരങ്ങളിലുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാ. ഇതിനു വേണ്ടി ഇക്കാലം വരെ സഹായിച്ച് സഹകരിച്ച കുറെ ആളുകളുണ്ട്. ഇവിടെ ദർസ് നടത്തിപ്പോയ കുറെ മുദദ്ദിസുമാരുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെ ദർസിലും അവരുടെ ഖിദ്മാത്തിലും നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഞങ്ങളെ ഇക്കാലം വരെ അനുഗ്രഹിച്ചു പോയ കുറെ മഹാന്മാരുണ്ട്. ആ മഹാന്മാർക്കെല്ലാം നീ വലിയ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. മസ്ഊദ് സഖാഫിയെ പോലെയുള്ള കുറെ ഉസ്താദുമാര് ഞങ്ങൾക്ക് ഇവിടെ വന്ന് വഅദ് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബേ, മരിച്ചുപോയവരെ ഖബർ, പ്രത്യേകിച്ച് മസ്ഊദ് സഖാഫി, അവരെ ഖബറൊക്കെ നീ സ്വർഗമാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ പൊരുത്തത്തിലായി, ദീനിന്റെ ഖിദ്മത്തിലായി നീ പൊരുത്തപ്പെടുന്ന ജീവിതം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇതിന്റെ അവസാനം വരെ ഇരിക്കണം. ഞാൻ അവസാനം വരെ ഇരിക്കണം എന്ന് കരുതിയാണ് അവിടെ നേരത്തെ വന്നത്. ഇനിയിപ്പോൾ ലേറ്റ് ആകുമെന്ന് ഉറപ്പാണ്. കാരണം ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫിക്ക് നല്ല വഅദ് പറയുന്ന ഉസ്താദാണ്. ഞങ്ങളൊക്കെ സമപ്രായക്കാരാണെങ്കിലും നൗഫൽ സഖാഫി വളരെ കേട്ടിരിക്കാനും സുഖമാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂർ ഓടാനും വേണ്ട. കണ്ണിന് ഉറക്കൊഴിച്ചാൽ പ്രശ്നങ്ങളെ പറ്റി നാളെ രാവിലെ തുടങ്ങും. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച പോയി ചികിത്സ നടത്തിയപ്പോൾ ഉറക്കൊഴിവാക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്‌ലിസൊക്കെ ഖബൂലാക്കി തരട്ടെ. നമ്മുടെ ഖിദ്മാത്തുകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച ഭക്ഷണ, അവിടെ ക്യാൻറ്റീൻ, അവിടെ ഫുഡ് വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന കുറേ മുഅ്മിനീങ്ങൾ, മുഹിബ്ബീങ്ങൾ, ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ, SYSന്റെ, SSFന്റെ ഒക്കെ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ അവരുടെ പഠനത്തിന്റെ സമയമാണ്. ഈ മഹാന്റെ പൊരുത്തത്തിന് വേണ്ടി കരുതി വന്നവരാണ്. അല്ലാഹുവേ, അവരെ ബർക്കത്തുകൊണ്ട് ആ മുത്തഅല്ലിമീങ്ങളെ സമയത്തിലും അവരെ ഇൽമിലും അവരെ പഠനത്തിലും എല്ലാ മേഖലയിലും അവരെ കുടുംബത്തിലൊക്കെ വലിയ ഖൈറും ബറക്കത്തും നല്ല ഏറ്റി കൊടുക്കണം അല്ലാഹ്. നാഫിയായ ഇൽമ് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ ശിഷ്യന്മാർക്കെല്ലാം നീ നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.